അല്ലാഹുവിന്റെ പള്ളികളിൽ അവന്റെ നാമം പ്രകീർത്തിക്കുന്നത് വിലക്കുകയും പള്ളികളുടെ തന്നെ നാശത്തിന് ശ്രമിക്കുകയും ചെയ്യുന്നവനേക്കാൾ കടുത്ത അക്രമി ആരുണ്ട്? പേടിച്ചുകൊണ്ടല്ലാതെ അവർക്കതിൽ പ്രവേശിക്കാവതല്ല. അവർക്ക് ഈ ലോകത്ത് കൊടിയ അപമാനമുണ്ട്, പരലോകത്ത് കഠിന ശിക്ഷയും. അത് മനസ്സിലായി. അല്ല ഞാൻ ചോദിച്ചോട്ടെ, ഇപ്പൊ ഒരു ജുമാ നിസ്കാരത്തിന് സ്ത്രീകൾ വന്നാൽ തടയുമോ അവരെ? ഇല്ലല്ലോ, വരേണ്ടതില്ല എന്നുള്ളതാണ്. തടയേണ്ടതല്ല, സ്ത്രീകൾ വരാൻ തയ്യാറല്ല. അല്ല, ഇതേ പ്രശ്നമാണ് ശബരിമലയിൽ ഈ പ്രായത്തിലുള്ള സ്ത്രീകൾ വരാൻ തയ്യാറല്ല. അല്ല, ഞാൻ ചോദിച്ചത്, എന്റെ ചോദ്യം വളരെ വ്യക്തമാണ്, അങ്ങേക്ക് വ്യക്തമായ മറുപടിയുണ്ട്. ഞാൻ ചോദിച്ചത്, ഇപ്പോൾ ഏതെങ്കിലും സ്ത്രീജനങ്ങൾ കുടുംബമായിട്ട് തന്നെ പുരുഷനോടൊപ്പം ജുമാ നിസ്കാരത്തിന് പള്ളിയിലേക്ക് പോകാമെന്ന് വിചാരിച്ചാൽ അതിനുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കേണ്ടതല്ലേ? ഇല്ല, അങ്ങനെ ഒരു സംവിധാനം മതത്തിൽ ഇല്ലല്ലോ. ഇതിന് ജുമാ നമസ്കാരത്തിന് സ്ത്രീകൾ പള്ളിയിലേക്ക് വരിക എന്നുള്ളത് വരേണ്ടതില്ല എന്ന് പറഞ്ഞാൽ വന്നാൽ തടയേണ്ടതുമില്ലല്ലോ. വന്നിട്ടില്ല. പള്ളി പ്രവേശമാണ്, സ്ത്രീകളുടെ പള്ളി പ്രവേശത്തെ കുറിച്ചാണ്. സ്ത്രീകളുടെ പള്ളി പ്രവേശത്തെ കുറിച്ച് ഞങ്ങളെ പള്ളിയിൽ ഉസ്താദ് പറഞ്ഞത് സ്ത്രീകൾക്ക് പള്ളി എന്ത് മാന്യതയാണിത്? എന്ത് മാന്യതയാണിത്? ഒരു വ്യക്തിയെ ചോദ്യം ചോദിക്കാൻ അനുവദിക്കാത്ത മാന്യതയോ? ഭർത്താവിനെ അനുസരിക്കുകയും കൃത്യമായി വീട്ടിൽ വെച്ച് നിസ്കരിക്കുകയും ചെയ്താൽ അതാണ് ഉത്തമം. ഉമ്മു ഹുമൈദ് സാഇദി റളിയല്ലാഹു അൻഹായോടും ഹബീബായ നബി തങ്ങൾ അത് തന്നെയാണ് പറഞ്ഞത്. വീടിന്റെ ഉള്ളിൽ നിസ്കരിക്കലാണ് പരപുരുഷന്മാര് പങ്കെടുക്കുന്ന ജുമാ ജമാഅത്തിനേക്കാൾ ഏറ്റവും പുണ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉള്ളിന്റെ ഉള്ളിൽ പോയി നിസ്കരിക്കലാണ് ഏറ്റവും നല്ലത് ഇവിടെ നിസ്കരിക്കുന്നതിനേക്കാൾ എന്ന് നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് പറയുന്ന ഒരു വാചകം ആ ഹദീസിന്റെ പകുതി വിശദീകരിച്ച് ഇങ്ങനെ സ്ത്രീകൾക്ക് വീടിന്റെ ഉള്ളാണ് വേണ്ടെന്ന് റസൂലുള്ള പറഞ്ഞിട്ടുണ്ട്. പച്ച നുണയാണത്. കാരണം ആ ഹദീസുകളുടെ ഒക്കെ ഒരു തലയുണ്ട്. ആ തല എന്താ? റസൂലുള്ളാഹിന്റെ അടുത്ത് മഹദി അവറുകൾ വന്ന് പറയുന്നത്, യംനഉനാ അസ്വാജുനാ, നബിയെ ഞങ്ങളെ ഭർത്താക്കന്മാര് ഞങ്ങളെ തടയുന്നുണ്ട്, പക്ഷെ ഞങ്ങൾക്കാവട്ടെ വനഹനു നുഹിബ്ബു, ഞങ്ങൾ ഇഷ്ടപ്പെടുന്നു നിങ്ങളുടെ കൂടെ വന്ന് നിസ്കരിക്കാൻ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം, ഭർത്താക്കന്മാര് തടയുന്നുണ്ടെങ്കിൽ ഭാര്യമാര് വീട്ടിന്റെ ഉള്ളിലിരുന്നാ മതി, പുറത്തിറങ്ങണ്ട. ഈ വിഷയം എല്ലാവർക്കും ബാധകാൻ. ഇനിയാണ് നിങ്ങൾ ചിന്തിച്ചു നോക്കുക, ഒരു പെണ്ണിനോട് ഒരു ഭർത്താവ് പറഞ്ഞു വീട്ടിൽ നിന്ന് പുറത്തിറങ്ങരുത് എന്ന് പറഞ്ഞാൽ ആ പെണ്ണ് ഷോപ്പിങ്ങിന് പോകാൻ പാടില്ല, ആ പെണ്ണ് കല്യാണത്തിന് പോകാൻ പാടില്ല, ആ പെണ്ണ് മരിച്ചെടുത്ത് പോകാൻ പാടില്ല, ഒരൊറ്റ സ്ഥലത്തും പോകാൻ പാടില്ല. കാരണം ഭർത്താക്കന്മാര് തടഞ്ഞാൽ അവിടെ ഇരിക്കണം. അതൊരു പള്ളിയിൽ പോകുന്ന വിഷയമാണോ? അവിടെയും അത് ബാധകമാണ്. പക്ഷേ ഈ വിഷയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭർത്താക്കന്മാരോട് പറഞ്ഞു, നിങ്ങളെ പെണ്ണുങ്ങളിൽ ആരെങ്കിലും ഒരാൾ പള്ളിയിൽ വന്ന് നിസ്കരിക്കാൻ അനുവാദം ചോദിച്ചാൽ നിങ്ങൾ അവരെ തടയരുത്. താങ്കൾ പറഞ്ഞു വരുന്നത് ആത്തിക്ക ബീവി പള്ളിയിൽ പോയത് കാതിനോട് സംശയം ചോദിക്കാനാ? ആണോ? ആത്തിക്ക ബീവി നിസ്കരിക്കാൻ പോയി, എന്നിട്ട് നിസ്കരിക്കാൻ പോയിട്ട് നമസ്കരിച്ചിട്ടുണ്ട്. എന്നിട്ട് ഉമർ അള്ളാഹു എന്ത് ചെയ്ത്? പിന്നെ ഉമർ അള്ളാഹു അടിച്ചു, കുറ്റിക്കാട്ടിൽ ഒളിച്ചിരുന്ന് അടിച്ചു. ഉമർ അള്ളാഹുവിന് തെറ്റി, ഉമർ അള്ളാഹു ചെയ്തൊരു ഫാൾട്ട് അടിച്ചു. കുറ്റിക്കാട്ടിൽ ഉമർ അള്ളാഹുവിന് എങ്ങനെ ഒളിച്ചിരുന്നു? ഉമർ അള്ളാഹുവിന്റെ ഉമർ അള്ളാഹു നേരെയാണ്. ഇവിടെ നിങ്ങൾ കുറ്റിക്കാട്ടിൽ ഒളിച്ചിരുന്ന് ഉമർ അള്ളാഹുവിനെ അടിച്ചിക്കണമെങ്കിൽ നമ്മളെ ഈ പാപങ്ങൾ മൈക്ക് കെട്ടി പോകണ്ടെന്നല്ലേ പറഞ്ഞിട്ടുള്ളൂ. ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു ആതിക റളിയല്ലാഹു അൻഹ വിവാഹം കഴിക്കുമ്പോൾ അവർ 3 നിബന്ധന വെച്ചുവെന്നാണ്. 1, എന്റെ അവകാശങ്ങളൊന്നും തടയാൻ പാടില്ല. 2, എന്റെ മുഖത്ത് അടിക്കാൻ പാടില്ല. 3, അല്ലാഹു റസൂലിന്റെ പള്ളിയിൽ പോയി നിസ്കരിക്കുന്നത് തടയാൻ പാടില്ല. ഈ 3 നിബന്ധന പാലിച്ചിട്ടാണ് ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു ആതിക ബിവിയെ കല്യാണം കഴിക്കുന്നത്. ആതിക റളിയല്ലാഹു അൻഹ ഉമർ ഖത്താബ് വഫാത്താകുന്നത് വരെ പള്ളിയിൽ ജമാഅത്തിൽ പങ്കെടുക്കുമായിരുന്നു, വിശേഷ ഇശാഇലും സുബ്ഹി. ഇമാം ബുഖാരി അടക്കം ഉദ്ധരിച്ച ഹദീസ് നമുക്കത് കാണാൻ കഴിയും. പെണ്ണിന് പള്ളി തടയരുത് എന്ന് പറഞ്ഞത് ലാ യജൂസു ലഹു അൻ യംനഅഹാ, ഒരാൾക്കും ഒരു പെണ്ണിനെ തടയൽ അനുവദനീയമല്ല. മസ്ജിദ് അല്ലാഹിൽ ഹറാം, പരിശുദ്ധമായ മക്കത്തെ പള്ളിയിൽ ലി ഫരീളത്തിൽ ഹജ്ജി, ഹജ്ജും അതിന്റെ കർമ്മങ്ങളും ചെയ്യാൻ ആ പെണ്ണിന് വരേണ്ടി വരും, അവിടെ തടയാൻ പാടില്ല എന്നതിലേക്ക് ഹാസാണത് എന്ന് മഹാനായ ഇമാം ബുഖാരി, ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ പറയുന്നു. സ്ത്രീകൾക്ക് നിങ്ങൾ പള്ളി തടയരുത് എന്ന് പറയുന്ന ആ വാക്കിനെ കുറിച്ച് പറയുന്ന അധ്യായം
ഇത് മാത്രമല്ല, തത്തുല്യമായ വേറെ ഹദീസുണ്ട്. അഥവാ ഇതാ ഷഹിദത്ത് ഹിദാക്കുൽ മസ്ജിദ, ഒരു പെണ്ണ് പള്ളിയിൽ പോകാൻ ഫലാത്തു തയ്യിബന്ന, ഒരു കാരണവശാൽ സുഗന്ധം ഉപയോഗിക്കാൻ പാടില്ല ഫീ തിൽക്കൽ ലൈല, രാത്രിയിൽ. ഇങ്ങനൊക്കെ ഹദീസുണ്ട്. ഇത്തരം എല്ലാ ഹദീസുകളും ടോട്ടൽ ലാഹിർ ഷർഹ് മുസ്ലിം പറയാം പ്രകടമാണ് ഫി അന്ന അലാ തുന്നൽ മസ്ജിദ്. സ്ത്രീകൾക്ക് നിരുപാധികം പള്ളിക്ക് വിലക്ക് ഏർപ്പെടുത്താൻ പാടില്ല. ഒരു പെണ്ണ് പള്ളിയിൽ പോവുകയാണെങ്കിൽ അങ്ങനെ തടയാൻ ചാൻസ് ഇല്ല. അതുകൊണ്ടല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാലഘട്ടത്തിൽ മഹാനായ ഉമർ ഫാറൂഖ് തങ്ങളുടെ ഭാര്യ ഞാൻ സൂചിപ്പിച്ച ആത്തിക്ക പോകണമെന്നപ്പോൾ തടയാൻ ഉമർലാഹു. ഇല്ലെങ്കിൽ ഉമർലാഹു തടയുമ്പോൾ എല്ലാ സാഹചര്യവും ഒത്തിണങ്ങിയാൽ സ്ത്രീകളെ തടയാൻ ഒരു ചാൻസും ഇല്ല എന്ന് തന്നെയാണ് സത്യം. മഹാനായ ഇമാം ഷാഫി സ്ത്രീ പള്ളിയിലേക്ക് പോകുന്നതിനെ പറ്റി എന്തു പറഞ്ഞോ അതിന്റെ കൂടെ ഞങ്ങൾ നിൽക്കും. നിങ്ങളുണ്ടോ? ഷാഫിയാക്കളുണ്ടോ? അൽവലിയരുണ്ടോ? MT ഒലിയരുണ്ടോ? ഓല കൊണ്ടുവന്ന SSKSSFുകാരുണ്ടോ? ഉണ്ടെങ്കിൽ ഇപ്പൊ സമ്മതിക്ക്. ഞങ്ങളെ നേതാവായ ഞങ്ങളെ മദ്ഹബിന്റെ ഇമാമായ ഇമാം ഷാഫി ഈ വിഷയത്തിൽ എന്തു പറയുന്നോ അദ്ദേഹത്തിന്റെ കൂടെ ഞങ്ങൾ നിൽക്കാൻ റെഡിയാണെന്ന് പറഞ്ഞു തരി. ഞങ്ങൾ റെഡിയാ അല്ലേ? നമ്മള് ആഡംബരമാവുന്ന ഒരു വസ്ത്രം ഉണ്ടാവാൻ പാടില്ല. അവരെ പോവുകയാണെങ്കിൽ ആ വഴിയിലുള്ള എല്ലാ ആളുകൾക്കും നാറ്റം സംഭവിക്കണം, നാറിയിട്ട് മൂക്ക് പൊത്തണം. ആ നിലക്ക് പോട്ടെ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു പെണ്ണ് പോവോ? ഒരു പെണ്ണും പോവില്ല. അപ്പൊ പെണ്ണിനോട് നേരിട്ട് പറഞ്ഞില്ല പെണ്ണേജി പള്ളിയിലേക്ക് പോകരുത് എന്ന്. ഒരു പ്രഖ്യാപനം നടത്തി ഇലാ തബ്നഉ അല്ലാഹും, പെണ്ണുങ്ങളെ തടയണ്ട എന്ന് പറഞ്ഞു. പെണ്ണുങ്ങളെ സമാധാനിപ്പിക്കാൻ വേണ്ടിയാണ് ആ വാക്ക്. എന്നിട്ട് പറഞ്ഞു എന്നാ പെണ്ണ് പോവുകയാണെങ്കിൽ ഇങ്ങനെ പോട്ടെ, അവൾ ചീഞ്ഞു നാറിയ വസ്ത്രം ഇടട്ടെ, അവൾ ആഡംബരമാവുന്ന ഒന്നും അവളിൽ ഉണ്ടാവാൻ പാടില്ല, അവൾ പോകുമ്പോ ജനങ്ങൾ മൂക്കുവത്തണം. ഞാൻ ആ പെണ്ണുങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് അന്നലാഫത്ത, ആ പെണ്ണ് വൃത്തിയിലാ പള്ളിയിലേക്ക് പോകേണ്ടത്. ദുർഗന്ധമുള്ള സ്മെല്ല് ഒഴിവാക്കുന്ന രൂപത്തിൽ. അപ്പൊ മര്യാദക്ക് തിരുമ്പി കുളിച്ചാലും പോയാൽ മതി, സ്പ്രേ അടിക്കാതെ പോകുക. മൂല്യർക്ക് നിങ്ങൾ കൊണ്ട് മനസ്സിലെഴുതി വെച്ചോളി, അല്ലെ പെണ്ണുണ്ടെങ്കിൽ എഴുതി വെച്ചോളി. ഇങ്ങനെയല്ലേ പ്രശ്നം തീർക്കല്? ഇങ്ങനെയല്ലേ പ്രശ്നം തീർക്കൽ? ഇമാം ഷാഫി പറഞ്ഞ പിന്നെ മൂല്യർക്ക് എന്താ അവകാശം തിരുത്താന്? സ്ത്രീ ജുമയമായത്തുമായി ബന്ധപ്പെട്ട് സാക്ഷാൽ കാന്തപുരം എഴുതിയ പുസ്തകത്തിൽ അയാൾ ആദ്യ പേജിൽ തന്നെ എഴുതി മുജാഹിദീകളെ വാദം ഇത് അനുവദനീയമാണ് എന്നും സുന്നികളെ വാദം ഹറാമാണ് എന്നുമാണ് എന്നാണ് എഴുതി. പരിഷ്കരിച്ച പുതിയ പതിപ്പിൽ അത് കാണൂല, പഴയ പതിപ്പിൽ അതുണ്ട്. അപ്പൊ ഹറാം വാദം കൊണ്ടുവന്നപ്പോഴാണ് നമ്മുടെ നാട്ടിൽ ചർച്ചയായത് തന്നെ. അത് ഹറാം എന്ന് പറഞ്ഞുകൂടാ, അവർക്ക് പോകാൻ അനുവാദമുണ്ട്, തടയാൻ പാടില്ല എന്ന ചർച്ചകൾ അവിടെയാണ് വന്നത്. അപ്പൊ സ്വഹാബി സ്ത്രീകൾ, അതേപോലെ പ്രവാചകന്റെ പത്നിമാർ, പുത്രിമാർ, ഇവരൊക്കെ ഒരു ഖൈറായത് ഒഴിവാക്കി ഖൈർ കുറഞ്ഞതിലേക്ക് പോയി എന്ന് നമുക്ക് വിചാരിക്കാവതല്ല. എന്നാൽ സ്ത്രീയുടെ വിഷയത്തിൽ മൊത്തത്തിൽ അവൾക്ക് ഖൈർ എപ്പോഴും വീട്ടിൽ പരമാവധി അടങ്ങി ഒതുങ്ങി പുരുഷന്മാരുമായി ഇടകലരാതെ അതിന് അവസരമുണ്ടാകാതെ ഒതുങ്ങിക്കൂടലാണ്. എന്നാൽ പള്ളിയിൽ പോയി നിസ്കരിക്കാൻ ഷർത്ത് പാലിച്ചുകൊണ്ടാണെങ്കിൽ അവർക്ക് അത് അനുവദിക്കപ്പെട്ടതാണ്. അതിനൊരിക്കലും ഒരു നിരുത്സാഹപ്പെടുത്തുന്ന രൂപത്തിലുള്ള അധ്യാപനങ്ങൾ നമുക്ക് കാണുക സാധ്യമല്ല. ഇനി പ്രതികൂല സാഹചര്യമുണ്ടെങ്കിൽ, അഥവാ അവൾ പള്ളിയിൽ പോയാൽ ഒരു ഫിത്ന ഭയപ്പെടുന്നു, അവൾ പള്ളിയിൽ പോയാൽ അവളെ കൊണ്ട് ഫിത്ന ഉണ്ടാകും, അല്ലെങ്കിൽ അവൾക്ക് ഫിത്ന ഉണ്ടാകും, എങ്കിൽ അവൾ പോകാവതല്ല. അത് പെണ്ണിന് മാത്രമല്ല, ആണും അങ്ങനത്തെ. ഒരു ആണ് പള്ളിക്ക് എന്നാൽ ഫിത്ന ഉണ്ടാകുമെങ്കിൽ അയാളോട് പറയാം ഈ പള്ളിക്ക് ചവിട്ടാൻ പാടില്ല എന്ന് പറയാം. അതെല്ലാവർക്കും ഉള്ളതാണ്. അതേപോലെ ഭർത്താവിന് താല്പര്യമില്ല, അവളുടെ ഭർത്താവിന് അനുവാദമില്ല, ഭർത്താവിന് അനുവാദമില്ലെങ്കിൽ അവൾ പോകാവതല്ല. അനുവാദം കൊടുക്കാൻ ഭർത്താക്കന്മാർ അല്ലാഹുവിന്റെ റസൂൽ പ്രത്യേകമായി പഠിപ്പിച്ചു. എന്നാൽ ഒരു ഭർത്താവ് അനുവദിക്കുന്നില്ലെങ്കിൽ ആ ഭർത്താവിനെ മറികടന്ന് പോകാൻ അവൾക്കൊരിക്കലും അനുവാദമില്ല. അപ്പോൾ അവൾക്ക് വീടാണ് ഖൈർ. ഭർത്താവിന് ഇഷ്ടമില്ലെങ്കിൽ, അനുവാദമില്ലെങ്കിൽ, ഭർത്താവ് തടയുന്നുവെങ്കിൽ അവൾക്ക് വീടാണ് ഖൈർ. എന്നാൽ ഭർത്താക്കന്മാരോട് പറഞ്ഞു ലാ തംനഉ ഇമാ അല്ലാഹ്, അള്ളാന്റെ അടിമകളായ സ്ത്രീകളെ റബ്ബിന്റെ പള്ളിയിൽ നിന്ന് നിങ്ങൾ തടയരുത് എന്ന് നബി തങ്ങൾ പറഞ്ഞു. മറ്റു ഹദീസിൽ നിങ്ങൾ സ്ത്രീകൾക്ക് നിങ്ങൾ സമ്മതം കൊടുക്കണം. നിങ്ങൾ പള്ളിയിലേക്ക് അനുവാദം ചോദിച്ചാൽ, നിസാവുക്കും, നിങ്ങൾ സ്ത്രീകൾ നിങ്ങളുടെ അനുവാദം ചോദിച്ചാൽ നിങ്ങൾ അവർക്ക് അനുവാദം കൊടുക്കണം തുടങ്ങിയ അധ്യാപനങ്ങൾ ഹദീസുകളിൽ ധാരാളം കാണാം. ഇമാം ബുഖാരി, മുസ്ലിം അടക്കം മുദ്രിച്ച ഹദീസുകളാണ് അവയെല്ലാം എന്നത് കൂടി നമ്മൾ കൂട്ടി വായിക്കുക.